കുവൈത്ത് KMCC യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടയിലാണ് സംഘർഷം. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് ഒറ്റപ്പാലം കുവൈത്തിൽ നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക്, തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഏത് പശ്ചാത്തലത്തിലാണ് ഗിരീഷ്? റിജിത്ത്, അല്പസമയം മുൻപാണ് കുവൈറ്റ് KMCC യോഗത്തിൽ കയ്യാങ്കളി നടന്നത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് KMCCയുടെ ഇരുവിഭാഗവും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കയ്യാങ്കളിയിൽ അവസാനിച്ചത്. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെയും സംഘത്തെയും പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ തുടങ്ങിയ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി PA സലാം, അബ്ദുറഹ്മാൻ രണ്ടത്താണി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നീ മുതിർന്ന ലീഗ് നേതാക്കൾ. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. PMA സലാമിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലായിരുന്നു ഈ സംഭവം. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് PA സലാം അഭ്യർത്ഥിച്ചെങ്കിലും ഇരച്ചുകയറിയ വിഭാഗം ഇത് നിരസിക്കുകയും ഹാളിൽ തുടരുകയും ചെയ്തു. ഇതോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ യോഗം നിർത്തിവെച്ചു. തുടർന്ന് നേതാക്കൾ ഹോട്ടലിലേക്ക് മടങ്ങി. എന്നാൽ നേതാക്കൾ മടങ്ങിയെങ്കിലും വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും മറ്റും അരങ്ങേറി. തുടർന്നുള്ള മുസ്ലിം ലീഗ് ഉയർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാവും. ശരി, കുവൈത്ത് KMCC യോഗത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.